ഉസ്താദന്മാർ, പ്രിയ മുതാലിം സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ വിജയം, സമൂഹത്തിൻ്റെ ഉന്നതി ഒരിക്കലും ധനത്തിൻ്റെയോ ശക്തിയുടെയോ മാത്രം അളവുകോലിൽ അടങ്ങിയിരിക്കുന്നില്ല. മറിച്ച് അറിവിൻ്റെ പ്രകാശവും വിവേകത്തിൻ്റെ സമ്മാനവും കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം പ്രകാശപൂർണ്ണമാവുകയുള്ളൂ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ദാരിദ്ര്യത്തിന്റെ കുണ്ടനകളിൽ എഴുതാൻ പോലും കടലാസില്ലാതെ വണങ്ങിയ എളിഞ്ഞോളിൽ അക്ഷരങ്ങൾ കുറിച്ചവർ. എന്നാൽ അറിവിനോടുള്ള അടങ്ങാത്ത ദാഹം അദ്ദേഹത്തെ മഹാപണ്ഡിതനാക്കി. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അറിവിനെ തേടി നടക്കുന്നവൻ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള പാതം എളുപ്പമാക്കി കൊടുക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അറിവ് ഒരു ഭൗതിക ജീവിതം മാത്രമല്ല, ആത്മീയ ഉന്നതിക്ക് വഴിയൊരുക്കുന്ന ഒരു അനശ്വര നിധിയാണ്. അറിവൊറ്റയ്ക്ക് പൂർണ്ണമാവുകയില്ല, അതിനൊപ്പം വിവേകം വേണം. വിവേകമില്ലാത്ത അറിവ് തീയില്ലാത്ത വെളുക്കിന് തുല്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ഇതിനൊരു മഹനീയമായ ഉദാഹരണമാണ്. ഒരിക്കൽ ഒരു വീട്ടിൽ ഭക്ഷണമില്ലാതെ കുട്ടികൾ കരയുന്ന കണ്ടപ്പോൾ അദ്ദേഹം സ്വന്തം തോളിൽ ഭക്ഷണങ്ങൾ ചുമന്ന് അവർക്ക് എത്തിച്ചു. ഖലീഫയുടെ അധികാരമോ പ്രതാപമോ അവിടെ പ്രകടിപ്പിച്ചില്ല, മറിച്ച് വിവേകത്തിന്റെ മനുഷ്യത്വം മാത്രം. ഇന്ന ഫീ ദാലിക ലസിക്ര ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസമ വഹുവ ഷഹീദ്. ഹൃദയമുള്ളവർക്കും ശ്രദ്ധിച്ചു കേൾക്കുന്നവർക്കും ഇതിലൊരു പാഠമുണ്ട്. വിവേകമുള്ളവന്റെ ഹൃദയം അറിവിനെ പ്രവർത്തനമാക്കി മാറ്റും. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിവിന്റെയും വിവേകത്തിന്റെയും പരിപൂർണ മാതൃകയാണ്. മക്കയിൽ നിയന്ത്രണങ്ങളും ഉപദ്രവങ്ങളും ഏറ്റെടുക്കുമ്പോൾ അവിടുത്തെ ബുദ്ധിപൂർവമായ ശ്രമവും നിലപാടുകളും മനുഷ്യത്വത്തിന്റെ ഉദാത്ത മാതൃകയാണ്. ത്വയ്ഫിൽ കല്ലേറപ്പെട്ടപ്പോൾ പ്രതികാരത്തിന് പകരം അവർ അറിവില്ലാത്തവരാണെന്ന് ദുആ ചെയ്തു. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബ് ജയ്സലാം വിജയിച്ചപ്പോൾ ശത്രുക്കളോട് പോലും മനുഷ്യത കാണിച്ചു. ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു ഒരു ബാലന്റെ തലറിക്കുന്ന വെള്ളമെടുത്ത് കൈ കഴിക്കപ്പോൾ ആ തലി തൊടാതെ വിട്ടുകൊടുത്തു. ഈ വിവേകവും ഈ മനുഷ്യത്വവും അവരെ മഹാന്മാരാക്കി. ഈ അറിവിന്റെയും വിവേകത്തിന്റെ പ്രസക്തി എത്രമാത്രം വർദ്ധിപ്പിച്ചിരിക്കുന്നു നോക്കൂ. ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ അനീതിയുടെയും ക്രൂരതയുടെയും കാണാത്ത നിലയിൽ ജീവിക്കുന്നു. വീടുകൾ തകർക്കപ്പെടുന്നു, കുട്ടികൾ കൊല്ലപ്പെടുന്നു. എന്നിട്ടും ആ ധൈര്യം, ആ വിശ്വാസം നിലനിൽക്കുന്നു. ആ ധൈര്യം അറിവിന്റെ ശക്തിയാണ്. ആശം വിവേകത്തിന്റെ പ്രകാശമാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്തിൽ ഉറ്റുനോക്കുമ്പോൾ സാമൂഹിക വിവേചനം, വർഗീയത എന്നിവ നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. പലപ്പോഴും തെറ്റായ വിവരങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും നമ്മുടെ ഐക്യതയെ ദുർബലമാക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അമ്പിയാക്കളും സ്വഹാബത്തുകളും ആലിമുകളും എല്ലാവരും ഉസ്താദ്മാരും എല്ലാവരും അറിവിന്റെ പ്രകാശമാണ്. വിവേകത്തിന്റെ തണൽ കൊണ്ടാണ് ലോകത്തിലേക്ക് വഴി കാണിച്ചു തന്നത്. ആ പാത പിന്തുടർന്ന് നമുക്ക് നമ്മുടെ ജീവിതം പ്രകാശിപ്പിക്കാം. വിവേകം വളർത്താം. മനുഷ്യത്തിന്റെ സ്വാധീനം ലോകത്തിന് മുന്നിൽ എത്തിച്ചു കൊടുക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ വസിയത്ത് കൂടി വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.